ഇന്ന് നമുക്ക് റിമ കല്ലിങ്കൽ കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന തിയേറ്റർ ദ മിത്ത് ഓഫ് റിയാലിറ്റി എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, ആൾവാസമില്ലാത്ത ദ്വീപിൽ ഒരമ്മയും മകളും ഒറ്റപ്പെട്ട് താമസിക്കുന്നു. ആരുമായും അവർക്ക് സഹകരണമേയില്ല. ആ സ്ഥലം നാഗശാപമുള്ളതാണെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നതിനാൽ അമ്മയും മകളെയും ആരും അടുപ്പിക്കത്തേയില്ല. മാത്രവുമല്ല, പഠിപ്പിച്ച സാറിൽ നിന്നും കുട്ടിയായിരുന്ന ആ പെൺകുട്ടിക്ക് മോശപ്പെട്ടൊരു അനുഭവം ഉണ്ടായി. അതെല്ലാം മറികടന്നവൾ ജീവിക്കുമ്പോഴോ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം കൂടി അവളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. അതോടുകൂടി പിന്നീട് അവളുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി, ഇതെല്ലാം അവർ മറികടന്ന് പിന്നീട് ഇപ്പുറം വന്നു എന്നൊക്കെ അറിയണ്ടേ. എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും, കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. കഥ തുടങ്ങുമ്പോൾ ഒരു മുത്തശ്ശി തന്റെ കൊച്ചുമകൾക്ക് അവരുടെ ദ്വീപിനെ പറ്റിയുള്ള കഥ പറഞ്ഞു കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. പണ്ട് പരശുരാമൻ നാഗങ്ങൾ മാത്രം താമസിക്കുന്ന സ്ഥലം സ്വന്തമാക്കുകയും അതിലൂടെ നാഗത്തിന്റെ ശാപം ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്തു. അതുകൊണ്ട് പരശുരാമൻ നാഗരാജാവിനെ വിളിച്ചു വരുത്തുകയും പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു. മനുഷ്യനും നാഗങ്ങളും ഒരുമിച്ച് ജീവിക്കണമെന്നും തീരുമാനിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ വീട്ടിലും സർപ്പക്കാവ് ഉണ്ടാകണമെന്നും നാഗരാജാവ് പറയുന്നു. ഇതാണ് മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്ന കഥ. ആ സീൻ അവിടെ കട്ടായി നായികയെ മീരയെ കാണിക്കും. മീര നല്ല ധൈര്യമുള്ള പെണ്ണാണ്. അവളാണെങ്കിൽ തെങ്ങിൽ കയറുന്നത് ആരോ വീഡിയോ എടുക്കുകയും ചെയ്യുന്നുണ്ട്. മഴക്കാലമായതുകൊണ്ട് തന്നെ ഇത്തവണ ക്യാമ്പിലേക്ക് പോകണമെന്നും മീരയ്ക്കുണ്ട്. മഴ പെയ്താൽ അവരുടെ ദ്വീപിൽ പെട്ടെന്ന് വെള്ളം കയറും. പക്ഷേ കഴിഞ്ഞ തവണ അവർ ക്യാമ്പിലേക്ക് പോകാത്തതിന് മെമ്പർ അവരെ ഒരുപാട് വഴക്ക് പറഞ്ഞതാണ്. ഇവർ കുറച്ച് മൃഗങ്ങളെയൊക്കെ വളർത്തുന്നുണ്ട്. ക്യാമ്പിൽ പോയാൽ അതൊക്കെ ആഹാരത്തിന് ബുദ്ധിമുട്ടുമെന്ന ടെൻഷൻ മീരയ്ക്കും അമ്മയ്ക്കും ഉണ്ടായിരുന്നു. മഴവെള്ളത്തിൽപ്പെട്ട് ഒരു പൂച്ച പോകുന്നത് കണ്ട് അമ്മ ഒരുപാട് സങ്കടപ്പെടും. മീര വെള്ളത്തിലേക്ക് എടുത്തു ചാടി പൂച്ചയും രക്ഷിക്കുകയാണ്. മിണ്ടാപ്രാണികളോട് ഒരുപാട് സ്നേഹവും കരുണയും അമ്മയ്ക്കും മകൾക്കുമുണ്ട്. മഴ നന്നായി പെയ്യുന്നതിനാൽ ക്യാമ്പിലേക്ക് പോകുവാനായിട്ട് മീര അമ്മയെ ഒരുപാട് നിർബന്ധിക്കുന്നു. ഒടുവിൽ അമ്മ സമ്മതിക്കുകയും വഞ്ചി വരെ എത്തിയിട്ട് മനസ്സ് സമ്മതിക്കാതെ അമ്മ തിരികെ പോകുന്നു. എന്നാൽ ശരി, ഇവിടെ നിൽക്കാമെന്നും പറഞ്ഞ് മീരയും തിരികെ പോകും. ഭാഗ്യത്തിന് അടുത്ത ദിവസം മഴ തോർന്നു. മീര രാവിലെ കാപ്പിയും കുടിച്ച് പതിവ് പോലെ ജോലിക്കായിട്ട് ഇറങ്ങുകയാണ്. ആ ദ്വീപിൽ കൃഷി ചെയ്യുന്ന കുരുമുളക്, കിഴങ്ങ്, ചക്ക, മാങ്ങ, തേങ്ങ, വാഴക്കുല എന്നിങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മറ്റു സ്ഥലത്ത് കൊണ്ടുപോയി വിൽക്കലാണ് മീരയുടെ ജോലി. പക്ഷേ മീര ശപിക്കപ്പെട്ട ദ്വീപിൽ നിന്ന് വരുന്നതാണെന്ന് പറഞ്ഞ് ആ നാട്ടിലെ ജനങ്ങളൊന്നും മീരയുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങില്ല. മീര താൻ കൊണ്ടുവന്ന സാധനങ്ങളുമായി ജഗൻ എന്ന ആളുടെ കടയിലേക്കാണ് പോകുന്നത്. സാധനമൊക്കെ ഞാൻ വിറ്റുതരാം, പിന്നെ നീ എന്തിനാ നേരിട്ട് വിൽക്കുവാനായിട്ട് കൊണ്ടുപോയതെന്നും ജഗൻ മീരയോട് ചോദിക്കുന്നു. ആകെ ജഗനോട് മാത്രമാണ് മീര അവിടെ മിണ്ടുന്നതും. അതേസമയം കടയിലേക്ക് വന്ന ആളാണെങ്കിൽ, എന്തിനാ ആ ശപിക്കപ്പെട്ട ദ്വീപിൽ കഴിയുന്നത്, അത് വിൽക്ക്, ഞാൻ ആളിനെ കൊണ്ടുവരാമെന്നും അയാൾ പറയും. അതിനൊന്നും മറുപടി കൊടുക്കാതെ മീര അവിടെ നിന്ന് പോകുന്നു. അവൾ ആരോടും മിണ്ടാറേയില്ല. അവൾ മാത്രമല്ല, അവളുടെ അമ്മയും അങ്ങനെ തന്നെയാ. നേരം വൈകുമ്പോൾ അവൾ എന്നും കുളിച്ച് റെഡിയായി സർപ്പക്കാവിൽ വിളക്ക് വെക്കുവാനായി പോകും. പതിവ് പോലെ മീര വിളക്ക് വെക്കുവാനായും പോയി. എന്നാൽ അവിടെ മീരയെ കാണുവാൻ വേണ്ടിയിട്ട് അവളുടെ പഴയ കാമുകൻ വരും. രണ്ടാളും കാവിൽ വെച്ച് റൊമാൻസ് ഒക്കെ ചെയ്യുന്നത് മീരയുടെ അമ്മ കാണുന്നു. പക്ഷെ അമ്മ ഒന്നും മിണ്ടിയതേയില്ല. ഒന്നും അറിയാത്തതുപോലെ തന്നെ വീട്ടിലേക്ക് വരും. മീരയ്ക്ക് ഒരുപാട് പ്രായമായി. വിവാഹം കഴിപ്പിച്ച് വിടാൻ ആരുമില്ലാത്തതിനാൽ വീട്ടിൽ നിൽക്കുകയാണ് മീര. മാത്രവുമല്ല, സ്കൂളിൽ വെച്ച് അവളുടെ ഒരു സാറാണെങ്കിൽ അവളോട് മോശമായി പെരുമാറിയിട്ടുണ്ട്. ആ കാര്യം നാട്ടുകാർക്ക് അറിയാവുന്നതിനാലാണ് അവൾക്ക് കല്യാണം ഒന്നും നടക്കാത്തത്. പഴയ കാമുകനാണെങ്കിൽ വിവാഹമൊക്കെ കഴിച്ചതാണെങ്കിലും മീരയുമായിട്ട് പരിപാടിക്കൊക്കെ വരാറുണ്ട്. മീര കാമുകനെ പ്രണയിച്ചു കൊണ്ടിരുന്ന സമയത്ത് കാമുകനെ വിവാഹം കഴിക്കാത്തതിന് കാരണം എന്തെന്നാൽ, മീര ശാപം കിട്ടിയ ദ്വീപിൽ ജീവിക്കുന്നത് കൊണ്ടും മാത്രവുമല്ല അവളുടെ സാറ് അവളോട് മോശമായി പെരുമാറിയത് കൊണ്ടുമാണ്. കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോൾ നിന്നെ ചന്ദ്രനൊപ്പം കണ്ടല്ലോ എന്ന് പഴയ കാമുകൻ ചോദിക്കും. ഇതിൽ നിന്നും മീര പലരുമായിട്ടും ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കാം. എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്കെത്തിയ മീരയാണെങ്കിൽ ഫ്രഷായി ഉറങ്ങുവാനായി കിടക്കും. അപ്പോഴും അമ്മ ഒന്നും മിണ്ടുന്നതേയില്ല. അടുത്ത ദിവസം മീരയെ കാണാൻ എത്തുന്ന ജഗനാണെങ്കിൽ അമ്പലത്തിലേക്ക് വേണ്ടിയിട്ട് 200 തേങ്ങ വേണമെന്നും പറയുന്നു. മീര തേങ്ങ വെട്ടുവാനായിട്ട് തെങ്ങിലേക്ക് കയറവേ വ്യത്യസ്തമായ ഒരു പ്രാണിയെ കാണുന്നു. ആ പ്രാണി അവളെ കടിക്കുകയും ചെയ്തു. ആദ്യമൊന്നും മീര കാര്യമാക്കിയതേയില്ല. പ്രാണി കടിച്ചതിൽ പിന്നെ അവളുടെ ദേഹം ആസകലം ചുറിയുകയും കുമിളകൾ പോലെ ദേഹം തടുത്തു വരികയും ചെയ്തു. മീര തേങ്ങകൾ അടങ്ങിയ ചാക്ക് തോണിയിലേക്ക് വെക്കുന്ന സമയത്ത് ഒരു ചെറിയ ചാക്കിൽ പ്രാണി ഇരിക്കുന്നത് കണ്ട് അവൾ പേടിച്ച് ആ ചാക്കെടുക്കാതെ അവിടെ നിന്ന് പോകുന്നു. അതേസമയം എങ്ങനെയെങ്കിലും വൈറലാകണമെന്ന് ചിന്തിച്ച് നടക്കുന്ന ഒരു ബ്ലോഗർ പയ്യനെ കാണിക്കും.
ഒറ്റയ്ക്ക് മീര തോണി തുഴഞ്ഞു വരുന്നത് കണ്ട് അവൻ ഇംപ്രഷൻ തോന്നുന്നു. മീരയുടെ വീഡിയോ എടുക്കുവാനായിട്ട് നോക്കവേ മീര സഹകരിക്കുന്നതേയില്ല. അപ്പോഴാണ് അവനൊരു കാര്യം ഓർമ്മ വരുന്നതും. മുൻപ് മീര തെങ്ങിൽ കയറുന്നത് ആരോ വീഡിയോ എടുത്തില്ലേ, അത് ഈ പയ്യനാണ്. ആ വീഡിയോ ആണ് ഈ പയ്യന്റെ ചാനലിൽ ഒരുപാട് വ്യൂസ് കിട്ടിയതും. ആരാണ് ഈ പെണ്ണെന്ന് ഒരുപാട് കമന്റ് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ മീരയെ വെച്ച് വീഡിയോ എടുക്കണമെന്നും തീരുമാനിക്കും. പക്ഷേ മീര അവനോടൊന്നും മിണ്ടുന്നത് പോലുമില്ല. മീരയുടെ സ്വഭാവമേ അങ്ങനെയാണല്ലോ. 10 തേങ്ങ കുറവാണല്ലോ എന്ന് ജഗൻ ചോദിക്കുമ്പോൾ കുറവുള്ള തേങ്ങ എത്തിക്കാമെന്നും മീര പറയുന്നു. മീരയുടെ കയ്യിലെ കുമള പോലുള്ളത് കണ്ട ജഗൻ വല്ല പച്ചമരുന്നും വെക്കുവാനായിട്ടും മീരയോട് പറയും. വീട്ടിലെത്തിയിട്ടും ദേഹം തടുത്തു കയറിക്കൊണ്ടേയിരുന്നു. മീരയ്ക്കാണെങ്കിലോ നന്നായി ക്ഷീണവും തോന്നുകയാണ്. എന്നാലും അവൾ കാവിൽ പോയി വിളക്ക് വെക്കും. അവിടേക്കെത്തിയ ചന്ദ്രനാണെങ്കിൽ ബലമായി അവളെ ബന്ധപ്പെടാനായിട്ട് ശ്രമിക്കവേ വേണ്ടെന്ന് മീര പറയുന്നു. അപ്പോൾ അവളുടെ ദേഹത്തെ കുമിളകളൊക്കെ കണ്ട് അയാൾ പേടിച്ചു പോകുന്നു. അയാൾ അവിടെ നിന്ന് പെട്ടെന്ന് പോവുകയാണ് ചെയ്തതും. അമ്മ അതിലൊക്കെ പച്ചമരുന്ന് അരച്ച് വെക്കുന്നുമുണ്ട്. അതേസമയം ബാക്കി തേങ്ങ കിട്ടാത്തതിന് ടെൻഷനിൽ നിൽക്കുകയായിരുന്നു ജഗൻ. മീരയുടെ വീഡിയോ എടുക്കുവാനായിട്ട് മീരയെ കാത്തു നിൽക്കുകയായിരുന്നു വ്ളോഗർ. മീരയെ കാണാതെ ജഗനും വ്ളോഗറും ചേർന്ന് അവളെ തിരക്കി പോവുകയാണ്. വീട്ടിലെത്തി മീര എവിടെയെന്ന് തിരക്കുമ്പോൾ മീര റൂമിൽ നിന്നും പുറത്തു വരുന്നില്ല എന്നും അമ്മ പറയുന്നു. എന്തെന്നറിയില്ല എന്ന അമ്മയുടെ മറുപടി കേട്ട് അതേ സമയം തന്നെയായിരുന്നു ജഗൻ മീരയെ വിളിക്കുന്ന സമയത്ത് മീര പതിയെ കതക് തുറക്കും. അപ്പോൾ കാണുന്ന കാഴ്ച കുമിളകൾ പോലെ ദേഹമാസകലം തടുത്തിരിക്കുന്നതാണ്. അവളുടെ ദേഹം മുഴുവൻ അത് ബാധിച്ചിരുന്നു. ജഗൻ പേടിച്ചു പോവുകയാണ്. ബ്ലോഗറാണെങ്കിൽ അതൊക്കെ ഷൂട്ട് ചെയ്യുന്നുമുണ്ട്. അത് കണ്ട മീര വേഗം കഥകടച്ച് കളയും. ജഗൻ ഹോസ്പിറ്റലിൽ അറിയിക്കുകയും ഹോസ്പിറ്റലിൽ നിന്ന് സ്റ്റാഫുകൾ വീട്ടിലേക്ക് വരികയും ഉണ്ടായി. വീട്ടിൽ ചികിത്സിക്കാനാകില്ല, ഹോസ്പിറ്റലിലേക്ക് എത്രയും വേഗം കൊണ്ടുവരണമെന്നും അവർ പറയുന്നു. അങ്ങനെ മീരയെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. അതെല്ലാം ആ ബ്ലോഗർ പയ്യൻ ഷൂട്ട് ചെയ്യുന്നുമുണ്ട്. ജഗൻ വേണ്ടെന്ന് പറഞ്ഞിട്ടും അവനത് കേൾക്കുന്നതേയില്ല. ഹോസ്പിറ്റലിലെത്തി പരിശോധിച്ച ഡോക്ടറാണെങ്കിൽ ഈ കുട്ടിയുടെ ദേഹത്ത് ചെറിയ പോയിസൺ കലർന്നിട്ടുണ്ട്. സമയം കഴിയും തോറും അത് വ്യാപിച്ചുകൊണ്ടിരിക്കും. എത്രയും വേഗം പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റണം. അവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടെന്നും ഡോക്ടർ പറയുന്നു. പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ചികിത്സിക്കാനുള്ള കാശൊന്നും അവരുടെ കയ്യിലില്ലായിരുന്നു. അത് മനസ്സിലാക്കിയ ബ്ലോഗർ പയ്യൻ എന്നാൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാശ് ചോദിക്കാമെന്നും പറയുന്നു. അങ്ങനെ അവൻ മീരയുടെ വീഡിയോസ് ഓരോന്നോരോന്നായി ഷൂട്ട് ചെയ്യുകയും ട്രീറ്റ്മെന്റിന്റെ ഡീറ്റെയിൽസും അടങ്ങിയ വീഡിയോ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതോടെ ഒരുപാട് പേരിൽ നിന്നും കാശ് കിട്ടുവാനായും തുടങ്ങി. അങ്ങനെ ട്രീറ്റ്മെന്റിനായിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കും പോവുകയാണ്. ആംബുലൻസിലും ആ പയ്യൻ വ്ലോഗ് എടുക്കുന്നതൊന്നും മീരയ്ക്ക് അത്ര ഇഷ്ടമാകുന്നതേയില്ല. അവൾ മുഖമൊക്കെ മാറ്റിക്കളയുകയാണ് ചെയ്യുന്നതും. പശുവിന്റെ കടിയും മാറും, കാക്കയുടെ വിശപ്പും തീരും എന്നതുപോലെ വ്ളോഗർ പയ്യന് വൈറലാവുകയും ചെയ്യാം, മീരയ്ക്ക് ട്രീറ്റ്മെന്റിനുള്ള കാശും കിട്ടുകയും ചെയ്യും. എന്നാൽ അവർക്കടുത്തേക്ക് സോഷ്യൽ വർക്കേഴ്സ് എത്തുകയാണ്. അവർ പറയുന്നത് മീരയുടെ അച്ഛന്റെ സഹോദരനാണെങ്കിൽ അത്യാവശ്യം കാശുള്ള ആളാണ്. അച്ഛന്റെ സഹോദരനോട് പോയി ചോദിച്ചാൽ എന്തെങ്കിലും സഹായം കിട്ടിയാലോ എന്ന് ചിന്തിച്ച് അവർ നേരെ പോകുന്നത് മീരയുടെ അച്ഛന്റെ സഹോദരനടുത്തേക്കാണ്. എന്നാൽ സഹോദരന്റെ പെരുമാറ്റമാണെങ്കിലോ അവർ ഒട്ടും പ്രതീക്ഷിക്കാത്തതുപോലെയായിരുന്നു. അവരോട് പണ്ടേ ഞാൻ പറഞ്ഞതാ ആ ദ്വീപ് എനിക്ക് തരാൻ, ഞാൻ ആർക്കെങ്കിലും വിറ്റിട്ട് കാശ് അവർക്ക് കൊടുക്കുമായിരുന്നല്ലോ, അപ്പോൾ വേറെ ഏതെങ്കിലും നല്ല സ്ഥലത്ത് പോയി താമസിക്കാമായിരുന്നു. പക്ഷെ അവരാരും അത് കേട്ടതേയില്ല എന്നുള്ള രീതിയിലാണ് സംസാരവും. സത്യത്തിൽ മീരയുടെ അമ്മയും മീരയും ആ ഒരു സ്ഥലം വിട്ടുകൊടുക്കുവാനായിട്ട് ഒട്ടും താല്പര്യമേയില്ല. അവർ ഈ നാഗക്കാവ് അങ്ങനെയുള്ള ആചാരങ്ങളിലൊക്കെ വിശ്വസിച്ച് ജീവിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ആ ഒരു ദ്വീപ് വിട്ടുകൊടുക്കാത്തതും. ദ്വീപ് വിട്ടുകൊടുക്കാത്തതിന്റെ ദേഷ്യവും അവളുടെ വല്യച്ഛനുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയ സോഷ്യൽ വർക്കേഴ്സ് ഇനി നിന്നിട്ട് കാര്യമില്ല, കാശൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കി അവരവിടെ നിന്ന് പോവുകയും ചെയ്തു. വ്ളോഗർ പയ്യൻ മീരയെ കുറിച്ചിട്ട് ആ ഒരു വീഡിയോ വൈറലാവുകയാണ്. ഒരുപാട് പേർ ഷെയർ ചെയ്തു. ഒപ്പം ആക്ടർ മോഹൻലാലും ആ ഒരു വീഡിയോ ഷെയർ ചെയ്തു. ആ ഒരു വിവരം ഒരുപാട് പേർ അവനെ വിളിച്ച് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അത് കാരണം വ്ളോഗർ പയ്യന് ഒരുപാട് സന്തോഷമായി. എന്നാൽ മറ്റൊരു വശത്ത് മീരയെ ചികിത്സിക്കുന്ന ഡോക്ടർ പറയുന്നത് ഓരോ നിമിഷം കൂടുന്തോറും പോയിസൺ അവളുടെ ദേഹം മുഴുവൻ സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ട്രീറ്റ്മെന്റ് നമ്മുടെ നാട്ടിലില്ല, US-ൽ നിന്നും ഒരു മരുന്ന് വരുത്തണം. ആ ഒരു മരുന്ന് ഇഞ്ചെക്ട് ചെയ്താൽ മാത്രമേ മീരയുടെ ഈ അസുഖം മാറുകയുള്ളൂ എന്നും ഡോക്ടർ പറയുന്നു. പക്ഷേ ആ ഒരു മരുന്ന് US-ൽ നിന്ന് കൊണ്ടുവരുന്നതിന് 7.5 കോടി രൂപയാകുമെന്നും ഡോക്ടർ പറയുകയാണ്. അത് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോകുന്നു. അങ്ങനെ മീരയുടെ ഈ ഒരു അവസ്ഥ വീണ്ടും ആ ഒരു ബ്ലോഗർ പയ്യൻ വീഡിയോ ആക്കി സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നു. ആ ഒരു വീഡിയോയും വൈറലാവുകയാണ്. പക്ഷേ വൈറലായതോടുകൂടി രണ്ട് അഭിപ്രായം വരുന്നു. കുറച്ചുപേർ പറയുന്നത് 7.5 കോടി രൂപ ചിലവാക്കി ഒരാളുടെ ജീവൻ മാത്രം രക്ഷിക്കുന്നത് എന്തിനാ, പലരുടെയും ജീവൻ രക്ഷിക്കാമല്ലോ എന്നായിരുന്നു ഒരുപക്ഷം ആൾക്കാർ പറഞ്ഞത്.
എന്നാൽ മറ്റൊരു പക്ഷം പറയുന്നത് ഒറ്റപ്പെട്ടൊരു ദ്വീപിൽ ധൈര്യത്തോടെ കഴിയുന്ന അമ്മയും മകളും. അവരെ എങ്ങനെയെങ്കിലും നമ്മൾ സഹായിക്കണമെന്നും കുറച്ച് ആൾക്കാർ പറയുന്നു. അങ്ങനെ കുറേ കാശ് വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസം മുതൽ മീരയുടെ അമ്മയെ കാണുവാൻ വേണ്ടിയിട്ടും ആളുകളൊക്കെ എത്തുന്നുണ്ട്. അവരൊക്കെ ചിരിച്ച് ചിരിച്ച് കാശും കൊടുത്തിട്ട് അവരുടെ വീഡിയോ ഒക്കെ എടുക്കുകയാണ്. സത്യത്തിൽ കാശ് കൊടുക്കുവാനായിട്ട് എത്തുന്നത് നല്ല മനസ്സോടു കൂടിയല്ല, എങ്ങനെയെങ്കിലും പബ്ലിസിറ്റി കിട്ടണം, അവരും വൈറലാകണം. അത് മാത്രമായിരുന്നു വന്നവരുടെയൊക്കെ ഉദ്ദേശവും. കാശ് കൊടുത്തിട്ട് എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. മീരയുടെ അമ്മയ്ക്കാണെങ്കിലോ ഒന്നും മനസ്സിലാകുന്നതേയില്ല. അവർക്ക് ഒറ്റപ്പെട്ട ദ്വീപിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ ഈ ലോകത്ത് എന്തൊക്കെ നടക്കുന്നുണ്ടെന്നോ ആളുകൾ സെൽഫിഷ് ആണെന്നുള്ള കാര്യമോ അവർക്കറിയത്തേയില്ല. അവരൊന്നും മനസ്സിലാകാതെ മീരയ്ക്കടുത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അമ്മയെ മീരയെ കാണിക്കുവാൻ പോലും അനുവദിക്കുന്നതേയില്ല. കാരണം അവളുടെ അടുത്ത് മുഴുവൻ അത്രയ്ക്കും സെക്യൂരിറ്റി ഉള്ളത് പോലെയാണ് ഓരോരുത്തരും കൂടി നിൽക്കുന്നത്. അമ്മയുടെ അവസ്ഥ മനസ്സിലാക്കിയ ഒരു പാവം നഴ്സ് അമ്മയെ മീരയെ കാണിക്കുവാനായിട്ടും കൊണ്ടുപോകുന്നുണ്ട്. മീരയുടെ അമ്മയാണെങ്കിൽ തന്റെ കയ്യിൽ ഒരുപാട് പേർ കാശ് കൊണ്ടുവന്ന് തന്നെന്നും അവരൊക്കെ എന്തൊക്കെയോ ചിരിച്ചു ചിരിച്ചാ പറയുന്നതെന്നുമൊക്കെ മീരയോട് അമ്മ പറയുന്നു. അമ്മയ്ക്കാണെങ്കിൽ ആശുപത്രിയിൽ നിന്നിട്ട് വല്ലാതെ ശ്വാസം മുട്ടുന്നത് പോലെയാണ് തോന്നുന്നത്. അമ്മയ്ക്ക് ടോയ്ലറ്റിൽ പോകുമ്പോൾ പോലും വല്ലാതെ ശ്വാസം മുട്ടലായിരുന്നു. അമ്മയ്ക്ക് എങ്ങനെയെങ്കിലും ദ്വീപിലേക്ക് തിരികെ പോയാൽ മതി. എന്നാൽ വീഡിയോ വൈറലായതോടുകൂടി ആളുകൾ പറയുന്നത് മീരയ്ക്ക് നാഗശാപമാണെന്നാണ്. മാത്രമല്ല മീരയുടെ ഓരോ കാര്യങ്ങളും കുത്തിപ്പൊങ്ങി വരുവാനായും തുടങ്ങി. ഓരോരുത്തരും അവളുടെ ഓരോ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അവൾ പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് അവളുടെ ഒരു സാറാണെങ്കിൽ അവളോട് മോശമായി പെരുമാറിയില്ലേ, ആ ഒരു കാര്യവും പല സമയങ്ങളിലും അവളുടെ അടുത്തേക്ക് പല ആണുങ്ങളും ചെല്ലാറുണ്ടെന്നും എന്നൊക്കെ മോശമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരുന്നു. മീരയുടെ ആ ഒരു രീതിയിലുള്ള വീഡിയോയും വൈറലാവുകയാണ്. മാത്രമല്ല ഒരാൾ മീരയുടെ അച്ഛനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നു. മീരയുടെ അച്ഛൻ ഒരു വൈദ്യനായിരുന്നുവെന്നും പണ്ട് ഗാന്ധിജിയുടെ കാലിൽ പാമ്പ് കടിച്ച സമയത്ത് മീരയുടെ അച്ഛനാണ് കടിച്ച പാമ്പിനെ കൊണ്ട് തിരിച്ച് വിഷം ഇറക്കിച്ചതെന്നും മാത്രമല്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മീരയുടെ അച്ഛന്റെ 7 തലമുറയ്ക്ക് നാഗശാപം ഉണ്ടാകുമെന്നും മീരയുടെ അച്ഛൻ അറിയാമായിരുന്നിട്ടും മനഃപൂർവ്വമാണ് ഗാന്ധിജിയെ രക്ഷിച്ചതും. ഗാന്ധിജിയുടെ ജീവന് വില കൊടുത്തുകൊണ്ട് തന്റെ കുടുംബത്തെ മീരയുടെ അച്ഛൻ ത്യാഗം ചെയ്യുകയാണ് ചെയ്തതെന്നുമുള്ള കാര്യമൊക്കെ പുറത്തു വരികയാണ്. അങ്ങനെ ഓരോരുത്തരും ഓരോ കഥകളും വീഡിയോ ആയി ചെയ്യുവാനായും തുടങ്ങി. മീരയാണ് ഇപ്പോൾ സംസാര വിഷയം. വ്ലോഗർ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് കൊണ്ട് തന്നെ ഒരുപാട് പേർ കാശ് അയക്കുവാനായും തുടങ്ങി. 7.5 കോടി രൂപ അവർക്ക് കിട്ടി. പക്ഷേ US-ൽ നിന്നും ആ ഒരു മരുന്ന് വരണമെങ്കിൽ കുറച്ച് പ്രൊസീജിയറൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ മാത്രമേ മരുന്ന് എത്തുകയുള്ളൂ. മീരയുടെ കാര്യമൊക്കെ നന്നായി നോക്കുന്ന ഒരു നഴ്സുണ്ട്. നഴ്സിന്റെ മകളുമായിട്ട് മീരയുടെ അമ്മ നല്ല കമ്പനിയാണ്. നഴ്സിന്റെ മകൾക്ക് ഒരുപാട് കഥകളൊക്കെ അമ്മ പറഞ്ഞു കൊടുക്കും. ഈ ഒരു സീനാണ് സിനിമയുടെ തുടക്കത്തിൽ ഒരു മുത്തശ്ശി തന്റെ കൊച്ചുമകൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നതായി കാണിച്ചില്ലേ, അത് യഥാർത്ഥത്തിൽ നഴ്സിന്റെ മകളും മീരയുടെ അമ്മയുമാണ്. മീരയുടെ അമ്മ ഒരുപാട് പഴങ്കഥകളൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ കുട്ടിക്കും അതൊക്കെ കേൾക്കാൻ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് തന്നെ കുട്ടി എപ്പോഴും മീരയുടെ അമ്മയ്ക്കൊപ്പമാണ്. മാത്രമല്ല മീരയ്ക്കടുത്തെത്തി അമ്മ പറയുന്നുണ്ട്, നമുക്കങ്ങ് ദ്വീപിലേക്ക് പോകാം, അവിടെ കാവിൽ ചെന്ന് ഒരു പൂജ ചെയ്തു കഴിഞ്ഞാൽ ഇതെല്ലാം ശരിയാകുമെന്നും അമ്മ പറയുകയാണ്. അങ്ങനെ മീരയ്ക്കുള്ള മരുന്നെത്തി. മരുന്ന് ഇഞ്ചെക്ട് ചെയ്തപ്പോൾ മീരയുടെ ബോഡി മരുന്നിനോട് റിയാക്ട് ചെയ്യുകയാണ്. ഏകദേശം 4 ആഴ്ച എടുക്കും മീര ഓക്കെ ആയി വരുവാനെന്നും ഡോക്ടർ പറയുന്നു. അങ്ങനെ എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. മീരയ്ക്ക് ഇങ്ങനെ ഒരു സഹായം ചെയ്തതുകൊണ്ട് തന്നെ അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഉപയോഗമാണ് ഉണ്ടായത്. ഏറ്റവും കൂടുതൽ ഉപയോഗമുണ്ടായത് വ്ലോഗർ പയ്യന്. എന്നാൽ ഇതിനിടയിൽ ഡോക്ടർക്കൊരു കളിയുണ്ടായിരുന്നു. എന്തെന്നാൽ ഡോക്ടർക്ക് ഈ 7.5 കോടിയുടെ മരുന്ന് വരുത്തുന്നത് കൊണ്ട് തന്നെ ഡോക്ടർക്ക് ഒരു കമ്മീഷൻ കിട്ടും. ആ ഒരു കമ്മീഷൻ കിട്ടിയത് കൊണ്ട് തന്നെ ഡോക്ടർ വലിയൊരു വീട് വെക്കുകയാണ്. ആ വീടിന്റെ പാലുകാച്ചിന്റെ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് വ്ലോഗർ പയ്യനെയും വിളിക്കുന്നു. കാരണം അവന് കാരണമാണല്ലോ ഇത്രയും ഒരു കാര്യം സംഭവിച്ചതും. അങ്ങനെ അവനും ഒരുപാട് ലാഭം ഇതിലൂടെ ഉണ്ടായി. 25 ലക്ഷം സബ്സ്ക്രൈബേഴ്സാണ് അവന് കിട്ടിയതും. അവനും അങ്ങനെ ഒരുപാട് സന്തോഷമുണ്ട്. പാർട്ടിയിൽ പങ്കെടുക്കുവാനായി എത്തുന്ന സമയത്താണ് ഡോക്ടർക്ക് ഇതിൽ നിന്നും ഒരുപാട് കമ്മീഷൻ കിട്ടിയ കാര്യം വ്ലോഗർ പയ്യൻ അറിയുന്നത്. പക്ഷേ അവനപ്പോൾ കുറ്റബോധം തോന്നുന്നു. ഒരാളുടെ ജീവൻ വെച്ച് ഇവരിങ്ങനെയൊക്കെ സമ്പാദിച്ചല്ലോ എന്നൊക്കെ വ്ലോഗർ ചിന്തിക്കും. എന്നാൽ വ്ലോഗർ പറയുന്നത്, എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ നമുക്കും എന്തെങ്കിലും നേട്ടം വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുകയാണ്. പതിയെ പതിയെ മീര റിക്കവർ ആകുന്നു. അവളുടെ മുഖത്ത് ചെറിയ ചെറിയ പാടുകൾ മാത്രമേ ഉള്ളൂ. സോഷ്യൽ മീഡിയയിൽ മീരയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണമെന്ന് ഹാഷ്ടാഗ് ഇട്ടും ആളുകൾ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുമുണ്ട്. മീരയ്ക്ക് നല്ല സപ്പോർട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നതും. മീരയോട് അമ്മ പറയുന്നത് എന്തായാലും നാഗകാവിൽ പോയി നമുക്കൊരു പൂജ നടത്തണമെന്നാണ്. പക്ഷേ പോലീസുകാരാണെങ്കിൽ അവരുടെ ആ ഒരു ദ്വീപിലേക്ക് ആരും പോകരുതെന്ന് പറഞ്ഞ് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആർക്കും അങ്ങോട്ട് കടക്കാനേ കഴിയത്തില്ല. അമ്മയ്ക്കാണെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടും. എങ്ങനെയെങ്കിലും ദ്വീപിലേക്ക്
പൂജയ്ക്ക് പോകണം എന്ന് മാത്രമായിരുന്നു അമ്മയുടെ മനസ്സിലും. അങ്ങനെ തന്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് നഴ്സ് തന്റെ മകളെയും കൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. ഈ പൂജയൊക്കെ ചെയ്യുവാനായിട്ട് കന്യകയാണ് ആവശ്യം. പക്ഷേ മീര കുറേ വർഷങ്ങളായിട്ട് പൂജ ചെയ്യുന്നതേയില്ല. സർപ്പക്കാവിൽ പോയി വിളക്ക് കത്തിക്കും, അത്ര മാത്രമേ ഉള്ളൂ. എന്നാൽ അവിടെ പൂജ ചെയ്യേണ്ടതായിട്ടുണ്ട്. മീരയ്ക്ക് പണ്ട് അവളുടെ സാറിൽ നിന്നും മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായതുകൊണ്ട് തന്നെ അന്ന് തൊട്ടവൾ പൂജ ചെയ്യത്തേയില്ല. എന്നാൽ അമ്മ പറയുന്നത്, എന്തായാലും നീ തന്നെ പൂജ ചെയ്യണം, 45 ദിവസം വ്രതമെടുത്ത് നീ തന്നെ പൂജ ചെയ്യണമെന്നും അമ്മ അവളോട് പറയുന്നു. അവസാന ഡോസ് ഇഞ്ചക്ഷനും എടുക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ് മീരയുടെ അമ്മ ആരും അറിയാതെ മീരയും കൊണ്ട് പോകുന്നത് ദ്വീപിലേക്കാണ്. അവരവിടേക്ക് പോകുന്ന കാര്യം ആർക്കും തന്നെ അറിയത്തേയില്ല. ആളുകളിൽ നിന്നും പിരിച്ച കാശെല്ലാം അമ്മയുടെ കൈവശമാണുള്ളത്. അതെല്ലാം അമ്മ തന്റെ സാരിയുടെ തുമ്പിലാണെങ്കിൽ കെട്ടിയിട്ടിരിക്കുകയാണ് ചെയ്യുന്നതും. ഓട്ടോക്കാരന് കാശ് കൊടുക്കുന്നത്, ഹോട്ടൽ കയറി ഫുഡ് കഴിച്ചാൽ ഫുഡിന്റെ കാശ് കൊടുക്കുന്നതെല്ലാം ഈ കിഴിയിൽ നിന്നാണ് കാശെടുക്കുന്നതും. ആ ഒരു കിഴി നോക്കുന്ന സമയത്ത് ഒരുപാട് കാശിരിക്കുന്നുണ്ടല്ലോ. എന്നാൽ അതെല്ലാം അവിടെ നിന്നൊരാൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. മീരയും അമ്മയും അവിടെ നിന്ന് നേരെ പോകുന്നത് അവരുടെ ദ്വീപിനെ ലക്ഷ്യമാക്കിയാണ്. എന്നാൽ അവരെ ഫോളോ ചെയ്ത് ആ ഒരാളും ഉണ്ടായിരുന്നു. അയാളുടെ പേര് കാർത്തിക് എന്നാണ്. അങ്ങനെ മീരയും അമ്മയും നേരെ ദ്വീപിലേക്ക് എത്തും. പോലീസ് അവിടെ ആരും കടക്കരുതെന്ന് റെസ്ട്രിക്ഷനൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. അതെല്ലാം മറികടന്ന് അവരവരുടെ വീട്ടിലേക്ക് എത്തുന്നു. വീട് ആകെ അലങ്കോലമായി കിടക്കുകയാ. കുറെ നാളായില്ലേ ആൾ താമസം ഉണ്ടായിട്ട്. മാത്രമല്ല അവർ വളർത്തിയിരുന്ന പകുതിയിൽ കൂടുതൽ മൃഗങ്ങളും വിശപ്പ് താങ്ങാനാകാതെ ചത്തുപോയി. അവശേഷിക്കുന്ന മൃഗങ്ങൾക്ക് അവർ ആഹാരവും കൊടുത്തു. അതിനുശേഷം വീടൊക്കെ വൃത്തിയാക്കി കുളിച്ച് ഫ്രഷായി ചുവന്ന കളർ സാരിയും ഉടുത്ത് നേരെ കാവിലേക്ക് പോകുന്നു. പൂജയും ആരംഭിച്ചിരിക്കുകയാണ്. പൂജയുടെ ഒരു ഘട്ടത്തിൽ മീരയുടെ ദേഹത്തേക്ക് നാഗദൈവം പ്രവേശിക്കുന്നു. നാഗദൈവം പ്രവേശിച്ചതോടുകൂടി മീര ഉറഞ്ഞു തുള്ളുവാനായും തുടങ്ങി. അവസാന ഘട്ടത്തിൽ മീരയുടെ ബോധം പോവുകയാണ്. മോളെ എന്ന് വിളിച്ച് അമ്മയും അവളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ആ ഒരു സീൻ അവിടെ കട്ടായി അടുത്ത ദിവസമാണ് കാണിക്കുന്നത്. കുറെ പോലീസുകാരൊക്കെ ആ ദ്വീപിന്റെ പരിസരത്ത് നിൽക്കുന്നു. വിവരമറിഞ്ഞ് വ്ളോഗർ പയ്യനും വെപ്രാളപ്പെട്ട് ഓടിവരികയാണ്. എന്തെന്നാൽ സത്യത്തിൽ മീരയും അമ്മയും അവിടെ മരിച്ചു കിടക്കുകയാണ്. അവരെങ്ങനെ മരിച്ചെന്നോ കൊലപാതകമാണോ എന്നൊന്നും ആർക്കും അറിയത്തേയില്ല. എന്നാൽ അവർ മരിച്ചു കിടക്കുന്നതിന്റെ കുറച്ചകലെയായിട്ട് അവരെ ഫോളോ ചെയ്തു വന്ന കാർത്തിക്കും മരണപ്പെട്ട് കിടക്കുകയാണ്. കാർത്തിക് മരണപ്പെട്ട് കിടക്കുന്നത് പാമ്പുകടിയേറ്റാണ്. കാർത്തിക്കിനെ കുറിച്ച് അന്വേഷിച്ച പോലീസ് ഒരു കൺക്ലൂഷനിലെത്തുകയാണ്. മീര അഡ്മിറ്റായി കിടന്ന അതേ ഹോസ്പിറ്റലിൽ തന്നെയാണ് കാർത്തിക്കും ഉണ്ടായിരുന്നത്. കാർത്തിക് മദ്യപാനമൊക്കെ നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുകയായിരുന്നു. അതേ സമയമായിരുന്നു മീരയുടെ ന്യൂസൊക്കെ കാർത്തിക് കാണാനിടയായതും. അവരുടെ കൈവശം ഒരുപാട് കാശുണ്ടെന്നുള്ള കാര്യം കാർത്തിക്കിന് മനസ്സിലായി. അങ്ങനെ കാർത്തിക് മീരയും അമ്മയും ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടാകും. അവരിൽ നിന്നും കാശ് മോഷ്ടിക്കുവാനായി ശ്രമിക്കുന്നതിനിടയിലായിരിക്കാം അമ്മയും മകളും മരണപ്പെട്ടു പോയിട്ടുണ്ടാവുക. അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലായിരിക്കാം കാർത്തിക്കിന് പാമ്പുകടി ഏറ്റിട്ടുണ്ടാവുക എന്നൊരു കൺക്ലൂഷനിൽ പോലീസ് എത്തുകയും ആ ഒരു കേസ് അങ്ങനെ തന്നെ അങ്ങ് ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ ഇന്നും മീരയ്ക്കും അമ്മയ്ക്കും എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം ആർക്കും തന്നെ അറിയത്തേയില്ല. ആ രീതിയിലുള്ള വീഡിയോസൊക്കെ യൂട്യൂബിലും മറ്റുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്നുമുണ്ട്. ഒരുപാട് പേർ തന്റെ കണ്ടന്റ് ആക്കുകയും ചെയ്യുന്നുണ്ട്. മീരയും അമ്മയും ഇന്ന് ജനങ്ങൾക്കിടയിൽ ദുരൂഹത നിറഞ്ഞൊരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. ആ ഒരു സീൻ അവിടെ കട്ടായി കുറേ നാളുകൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. മീരയും അമ്മയും മരിച്ചതിൽ പിന്നെ അവർ താമസിച്ചിരുന്ന ആ ഒരു ദ്വീപ് മീരയുടെ ചെറിയച്ഛൻ ഏറ്റെടുക്കുകയും റിസോർട്ട് വെക്കുന്നവർക്ക് ആ ഒരു സ്ഥലം വിൽക്കുകയും ചെയ്തു. അങ്ങനെ അവിടെ വലിയൊരു റിസോർട്ട് വെക്കുകയും ചെയ്തു. അവിടേക്ക് ഒരുപാട് ഫോറിനേഴ്സ് ഒക്കെ എത്തുന്നുണ്ട്. അവർ ആ ഒരു സ്ഥലമൊക്കെ അതിശയത്തോടു കൂടി നോക്കിക്കാണുകയാണ്. മാത്രമല്ല മീരയ്ക്ക് താമസിച്ചിരുന്ന വീടും പുതുക്കി പണിതിട്ടുണ്ട്. അവിടെ മീരയുടെ അച്ഛന്റെ ഫോട്ടോയും മീരയുടെയും അമ്മയുടെയും ഫോട്ടോയും ഒക്കെ വെച്ചിട്ടുണ്ട്. അവിടെ എത്തുന്ന ഫോറിനേഴ്സ് എല്ലാം മീരയുടെയും അമ്മയുടെയും ഫോട്ടോ ഒക്കെ നോക്കിക്കാണുന്നുമുണ്ട്. മാത്രമല്ല അവിടെ ഒരു സർപ്പക്കാവില്ലേ, ആ സർപ്പക്കാവിൽ പൂജ നടക്കുകയും ചെയ്യുകയാണ്. പൂജയെല്ലാം അവിടെ വന്നിരുന്ന വിദേശികളൊക്കെ നോക്കിക്കാണുകയും വീഡിയോ എടുക്കുകയും എൻജോയ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. മീരയുടെയും അമ്മയുടെയും പേരിൽ ഇന്നും മാർക്കറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ടെന്നും അതിലൂടെ ഒരുപാട് പേർ കാശ് സമ്പാദിക്കുന്നുണ്ടെന്നും കാണിക്കുകയും ചെയ്യുന്നു. ഇത് യഥാർത്ഥത്തിൽ നടന്നൊരു സംഭവമാണെന്നും കാണിച്ചുകൊണ്ടാണ് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നതും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.